നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 529th day. Today 23rd sloka of Prathama Skanda, first chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം പ്രഥമസ്കന്ധത്തിലെ 529ാം ദിവസം. ഇന്ന് പ്രഥമസ്കന്ധത്തിലെ 1ാമത്തെ അധ്യായത്തിലെ 23ാമത്തെ ശ്ലോകം. ഈ ശ്ലോകമാണ് ഈ അധ്യായത്തിലെ പരിസമാപ്തി ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 1ാമത്തെ അധ്യായത്തിലെ 23ാമത്തെ ശ്ലോകം. ബ്രൂഹി യോഗീശ്വര കൃഷ്ണേ ബ്രഹ്മണ്യേ ധർമ്മവർമ്മണി സ്വാം കാഷ്ടമധുനോപേദേ ധർമ്മകം ശരണം ഗതാ. ബ്രൂഹി യോഗീശ്വരേ കൃഷ്ണേ ബ്രഹ്മണ്യേ ധർമ്മവർമ്മണി സ്വാം കാഷ്ടാമധുനോപേദേ ധർമ്മകം ശരണം ഗതാ. ഓം തത്സത്. വീണ്ടും ഒരു ചോദ്യം കൂടി സൂതനോട് ചോദിക്കുകയാണ് ശൗനകാദികൾ. ബ്രാഹ്മണന്മാരുടെ, അതായത് ബ്രാഹ്മണ കർമ്മങ്ങൾ, സ്വാത്വിക കർമ്മങ്ങൾ ചെയ്യുന്നവരുടെ ഹിതകാരിയും അവർക്കൊക്കെ നന്മ ചെയ്യുന്നവനും ബ്രാഹ്മണ ഹിതകാരിയും ധർമ്മത്തിൻ്റെ രക്ഷിതാവും യോഗങ്ങളുടെയൊക്കെ ഫലദാതാവുമായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ ഇപ്പോൾ തൻ്റെ സ്വധാമത്തെ പ്രാപിച്ചിരിക്കുകയല്ലേ. അപ്പോൾ പിന്നെ ആ ധർമ്മത്തെ ആരാണ്, ശ്രീകൃഷ്ണ ഭഗവാൻ ചെയ്തുകൊണ്ടിരുന്ന ധർമ്മപരിപാലനവും ഒക്കെ ആരെയാണ് ഇപ്പോൾ ആശ്രയിച്ചിരിക്കുന്നത്? ഭഗവാൻ ഈ ലോകം വിട്ടു പോയിരിക്കുകയാണ്. സ്വന്തം വൈകുണ്ഠത്തിലേക്ക് പോയിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ ചെയ്തിരുന്ന ധർമ്മപരിപാലനം ആരെയാണ് ആശ്രയിച്ചിരിക്കുന്നത്? ഇപ്പോൾ ഈ കലികാലത്ത് എങ്ങനെയാണ് ഈ ധർമ്മം പരിപാലിക്കപ്പെടുക എന്നുകൂടി അവിടുന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണം എന്ന് സൂതന്മാർ ചോദിക്കുകയാണ്. ആരെയാണ് ആശ്രയിച്ചിരിക്കുന്നത് എന്നതാണ് ചോദ്യം. ധർമ്മം ആരെയാണ് ആശ്രയിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ബ്രൂഹി എന്ന് പറഞ്ഞാൽ പറഞ്ഞു തരിക, പറഞ്ഞാലും യോഗേശ്വരനായിട്ടുള്ള യോഗങ്ങളെയൊക്കെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ ബ്രാഹ്മണ ഹിതകാരിയും ധർമ്മങ്ങളൊക്കെ ചെയ്യുന്നതും ആയിട്ടുള്ള അദ്ദേഹം സ്വന്തം സ്വസ്ഥാനമായ വൈകുണ്ഠത്തെ പ്രാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സ്വാം കാഷ്ടാം എന്ന് പറഞ്ഞാൽ സ്വസ്ഥാനം, സ്വന്തം സ്ഥാനത്തെ, അതായത് ശ്രീകൃഷ്ണൻ സ്വധാമം വൈകുണ്ഠത്തെ പ്രാപിച്ച് യോഗനിദ്രയിലാണ്. അപ്പോൾ പിന്നെ ആ ശ്രീകൃഷ്ണ ഭഗവാൻ പരിപാലിച്ചിരുന്ന ധർമ്മമൊക്കെ ആരെയാണ് ആശ്രയിക്കുക എന്നുകൂടി ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും എന്ന് പറയുകയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി, ഈ ശ്ലോകത്തോടു കൂടി ഈ അധ്യായം പ്രഥമസ്കന്ധത്തിലെ പ്രഥമ അധ്യായം 1ാമത്തെ അധ്യായം സമാപിക്കുകയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. ബ്രൂഹി യോഗീശ്വരീ കൃഷ്ണേ ബ്രഹ്മണ്യേ ധർമ്മവർമ്മണി സ്വാം കാഷ്ടാമധുനോപേദേ ധർമ്മകം ശരണം ഗതാ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇത് ശ്രീ ഭാഗവത് മഹാപുരാണേ പ്രഥമസ്കന്ധ സമാപ്തം. പ്രഥമസ്കന്ധ പ്രഥമോധ്യായം സമാപ്തം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട്
ഈ ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിക്കുന്നു. ഗീതാരാജ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.